യോഗ ചെയ്യണം, എന്തിനു യോഗ ചെയ്യണം? ശ്രീരാമൻ വസിഷ്ഠടുത്ത് ചോദിക്കുകയാണ്. വസിഷ്ഠർ യോഗ ടീച്ചർ ആർക്ക്? വസിഷ്ഠ യോഗ ടീച്ചർ ആർക്ക്? രാമനക്ക്. രാമൻ ചെറിയ കുട്ടിയുടെ ആയിരിക്കുമ്പോൾ വസിഷ്ഠർ പോയി ക്ലാസ് എടുക്കുന്നു, യോഗ ക്ലാസ്. എന്തെന്ന് നിങ്ങൾ പോയ വീട്ടിൻ്റെ അടുത്തുള്ള വേറെ യോഗ ക്ലാസ് അല്ല, ഏതെങ്കിലും ഒരാളിനല്ലേ? ഇവിടെ ഇത് ഋഷിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. വസിഷ്ഠർ എന്നൊരു ഋഷി ക്ലാസ്സിന് യോഗ ടീച്ചർ. അപ്പോൾ അങ്ങേര് യോഗ സിസ്റ്റം എന്ന് ബുക്ക് എഴുതി രാമനക്ക് പറഞ്ഞു കൊടുത്ത. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ ക്ലാസ് ബുക്കായിടണമെന്ന് പറഞ്ഞല്ലോ, ഇൻട്രഡക്ഷൻ ടു ശൈവ സിദ്ധാന്ത ഇൻ തമിഴ്, മലയാളം ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം. ഇതേമാതിരി അങ്ങേര് പറഞ്ഞു കൊടുത്തത് അങ്ങേര് ബുക്കായിട്ടിട്ടുണ്ട്. അതിൻ്റെ പേരാണ് യോഗ സിസ്റ്റം. അപ്പോൾ രാമൻ ഒന്നും അറിയാത്തമാതിരി ചോദിക്കുക. രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. എന്നിട്ട് ഒന്നും അറിയാത്തമാതിരി ചോദിക്കുകയാണ്, എന്തിനാണ് ഇത് യോഗയൊക്കെ ചെയ്യണം? ചുമ്മാ വെറുതെ ഇരുന്നാൽ പോരെ? മറ്റേ ക്രിസ്ത്യനും മുസ്ലിം ചെയ്യുന്നത് ആക്ച്വലി വാസിയോഗ ടെക്നിക്കാണ്. മുസ്ലിമിൻ്റെ തുളുഹൊന്നും വാസിയോഗ ടെക്നിക്ക്. ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ഋഷി അപ്പോൾ പോയി അവിടെ അങ്ങേരെ പേര് മറ്റേ എന്തോന്ന് റോമ ഋഷി എന്നുള്ള ഒരാൾ അവിടെ പോയപ്പോൾ അവരെ പിടിച്ചു വെച്ച് മുസ്ലിം ആവാൻ വേണ്ടി കമ്പൽ ചെയ്തു. അവരെങ്ങനെ മുസ്ലിം മാറണം, അല്ലെങ്കിൽ തലയെ വെട്ടി കയ്യിൽ കൊടുത്ത് കളയും. എന്തോന്നു? അപ്പോൾ ഈ ഋഷി എടുത്തും പറഞ്ഞു, ഇങ്ങനെയാണ് മുസ്ലിം മാറിനെ വാള വെച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെ ബുദ്ധിശാലി, ഓക്കെ ഞാൻ മുസ്ലിമെ മാറിക്കൊള്ളാം എന്ന് മാറി. അങ്ങേര് യാക്കൂബ് പേരും മാറ്റി. എന്തോന്നു? യാക്കൂബ് തമിഴ്നാട്ടിലുള്ള സിദ്ധനാണ്. അവിടെ മാറിയിട്ട് പിന്നെ ഇവരുടെ പിടിയിൽ നിന്ന് വലിഞ്ഞ് ഇങ്ങോട്ട് വന്നു. എന്തോന്ന്? അപ്പോൾ അങ്ങേരെ പറഞ്ഞു കൊടുത്ത ഇതാണ് ടെക്നിക്കാണ്, അവിടെ വാസിയോഗ ടെക്നിക്കാണ്. അവർ വിളുന്ന് നമസ്കരിക്കുന്നത്. എന്തോന്ന്? വിളുന്ന് നമസ്കരിക്കുന്ന വാസിയോഗ ടെക്നിക്കാണ് ഇത് നിറവേറുക. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്തത് രോമഋഷി എന്ന് പറയുന്ന തമിഴ്നാട്ട് സിദ്ധൻ. ഓക്കെ. അപ്പോൾ അങ്ങേര് അവിടെ പേര് മാറ്റം ചെയ്ത് കുപ്പായത്തൊക്കെ മാറ്റി വിട്ടു. ഇങ്ങോട്ട് വന്ന അങ്ങേര് ഉയരും കൊണ്ട് രക്ഷപ്പെട്ടു വന്നു. ഓക്കെ. സോ ഇപ്പോൾ ഇങ്ങനെയുള്ള യോഗങ്ങളിൽ ഇത് ചൈനയിലും പോയിട്ടുണ്ട്. ശിവയോഗങ്ങളുടെ ഇത് ചൈനയിൽ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇനി സൗകര്യപ്പെടുമ്പം നിങ്ങൾക്ക് അത് കാണാം. പറ്റിയാൽ അത് സേലത്തിൽ നിന്ന് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ തിരുമൂലരും കാളങ്കിനാഥും അങ്ങേരെ സ്റ്റുഡൻറ്റ് സ്റ്റേ ചെയ്ത ക്ഷേത്രമുണ്ട്, മാലാങ്കനെല്ലാം. അവിടെ നിന്നാണ് ചൈനയ്ക്ക് പോയത്. അപ്പോൾ ചൈനയിൽ പോയി അവിടെ അവർ ചൈനയുടെ കൺഫ്യൂഷ്യസ് തിരുമൂലരുടെ സ്റ്റുഡൻ്റാണ്. കാളങ്കിനാഥ് തന്നെ അവിടെ പോയി കൺഫ്യൂഷ്യസ് ആയി. അങ്ങേരെ സ്പിരിച്വൽ ആൻഡ് പൊളിറ്റിക്കൽ ഇത് പറഞ്ഞു ചൈനയിൽ. അപ്പോൾ ചൈനയിൽ ആദ്യം ഇരിക്കുന്ന ക്ഷേത്രം കൺഫ്യൂഷ്യസ് ക്ഷേത്രമാണ്, പിന്നെയാണ് ബുദ്ധിസം വന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ശരി, റൈറ്റ്. ഇങ്ങനെ ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലുള്ള തിരുമന്ദിരത്തിലുള്ള യോഗങ്ങൾ, വാസിയോഗവും അമുരിധാരണയും ചൈനയിലോട്ട് പോയി അത് ഒരു രൂപത്തിൽ വരാൻ തുടങ്ങി. ചക്ര ആക്ടിവേഷൻ യോഗ ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ജപ്പാനിൽ അവർ റിസർച്ച് ചെയ്ത് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ള ഇന്ത്യയിലുള്ള യോഗ റിസർച്ച് സെൻറ്ററിലൊക്കെ ചക്ര ആക്ടിവേഷൻ യോഗ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റർ എഴുതി കൊടുക്കുക, ഞാൻ നടത്താം, അതിനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ജപ്പാനിലെ റിസർച്ച് ലെവലിൽ പോയി നമുക്ക് ഇവിടെ ഷഡ്ചക്ര നിരൂപണമെൻ്റ് തിരുമന്ത്രമാണ് അതിൻ്റെ ബേസിക് ടെക്സ്റ്റ്. ഇപ്പോൾ കടയോഗ പ്രദീപികയെ ബേസ വെച്ചല്ലേ എടുക്കുന്നത്. പതഞ്ജലി യോഗ എന്ന് പറയുന്നത് പതഞ്ജലിയുടെ യോഗസൂത്രത്തെ വെച്ച്. അതേമാതിരി ചക്ര ആക്ടിവേഷൻ്റെ ബേസ് ഷഡ്ചക്ര നിരൂപണമെൻ്റ് തിരുമൂലരുടെ ആധാരം എന്നുള്ള സെക്ഷൻ. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ഉള്ളവർ ഉറങ്ങിക്കൊണ്ടിരിക്കും, ജപ്പാൻകാരൻ ഇത് ചെയ്ത് അതിൽ മെയിനായിട്ട് എൻ്റെ ഒരു എൻ്റെ പേര് മോട്ടോവാമ. മോട്ടോവാമ എന്ന് ഒരാൾ ചക്ര ആക്ടിവേഷനെ റിസർച്ച് ചെയ്ത് എന്നോട് ഫൈൻഡിങ്ങിൽ അങ്ങേര് ഒരു 60% തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അങ്ങേർക്ക് വർമ്മയിലും തമിഴിലുള്ള തമിഴ് പഠിക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് അങ്ങേര് സാൻസ്ക്രിറ്റൊക്കെ തേടി നോക്കി, ഷഡ്ചക്ര നിരൂപണത്തൊക്കെ തേടി വെച്ച് അങ്ങേരെ ഗൈഡൻസ് അങ്ങേര് സത്യാനന്ദ സരസ്വതി ബംഗാൾ സ്കൂൾ ഓഫ് യോഗ അങ്ങേരുടെ ഗൈഡൻസും വെച്ച് അങ്ങേര് റിസർച്ച് ചെയ്ത് അങ്ങേര് ഒരു ട്രഡീഷനും ഉണ്ടാക്കി. അത് കോളേജ് പല സ്ഥലങ്ങളിൽ വെച്ച് അമേരിക്കയിലും വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ ഡീറ്റെയിൽസുള്ള ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് റിസർച്ച് സെൻറ്ററും ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ വിവേകാനന്ദ കേന്ദ്രം വലിയ യോഗ സെൻറ്ററിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു, അവരൊക്കെ എവിടെയോ പോയി. ഇവിടെ പൈസ യോഗ വെച്ച് കുനിഞ്ഞു യോഗ വെച്ച്
ഇപ്പോൾ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോറിനിൽ റിസർച്ച്, ലണ്ടനിലും അമേരിക്കയിലും യോഗ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചാൽ സ്കാൻ ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ഒരു യോഗ MS അപ്പോൾ നിങ്ങളുടെ ബാക്കിൽ സ്ക്രീൻ ഇരിക്കും, അതിൽ സ്കാൻ ആവും. അപ്പോൾ സ്കാനായി നല്ല ആയാൽ മാത്രമേ ആ ആസനം തന്നെ അവർ സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് ഒരു എല്ലാവരുടെയും അതാണ്, നിങ്ങൾ കുനിഞ്ഞ് നല്ല ടൈറ്റ് ആവുന്ന ലിവർ കംപ്രസ് ആവുന്നുണ്ടെങ്കിൽ പറയും ആ യോഗ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയും, ആസനം. അത്രയ്ക്കാണ് അവർ പോയി. ഇവിടെ വന്ന് ചുമ്മാ അവിയലുമാതിരി കണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് യോഗ. ഇവിടെയാണ് റിസർച്ച് കൂടുതൽ വേണ്ടത്. ഒவ்வொரு കൊല്ലം August 1 നിന്ന് 10 വരെ ഞാൻ ഋഷികേശിൽ പോയി ഞാൻ ക്ലാസ് എടുക്കുന്ന റിസർച്ച്. ഈ പ്രാവശ്യം ഫോറിനേഴ്സ് വന്നു, ലാസ്റ്റ് ടൈമും ഫോറിനേഴ്സ് വന്ന് പഠിക്കുകയാണ്. ഇന്ത്യക്കാരനെ വിളിച്ചാൽ വരാമെന്ന് പറഞ്ഞിട്ട് ഇത് അവയർനെസ് കുറവായിരുന്നു. ഫോറിനേഴ്സ് വന്ന് പഠിക്കുന്നുണ്ട്. എല്ലാ August 1 നിന്ന് 10 വരെ ഋഷികേശിൽ വരുമ്പോൾ 7 years കംപ്ലീറ്റഡ്. ഇനി വരുമ്പം 8th year നെക്സ്റ്റ് ഇയർ വരുന്നത്. ആഗസ്റ്റിൽ ക്ലൈമറ്റ് നല്ലതായിരിക്കും. ഇന്ത്യക്കാർക്ക് ഒരു സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. സോ യോഗ റിസർച്ച് വേണം. ഇത് റിസർച്ച് വിത്ത് സ്കാനിങ് റിപ്പോർട്ട് വേണം. അപ്പോൾ അതൊക്കെ വന്ന് നമ്മൾ ചക്ര ആക്ടിവേഷനാണ്. ദാറ്റ് വിൽ ഷേപ്പ് അപ്പ് യുവർ ഫിസിക്കൽ ബോഡി. ചക്ര ഹീലിംഗ്, അതിൻ്റെ കൂടെ നിങ്ങൾ ആസ്ട്രൽ ബോഡിയെ ക്ലൻസ് ചെയ്യുക, ആസ്ട്രൽ ബോഡിയെ ഹീൽ ചെയ്യുന്ന എങ്ങനെ എല്ലാ ബെനിഫിറ്റും അതിലുണ്ട്. അപ്പോൾ അതിനുള്ള യോഗയാണ് നമ്മൾ ചെയ്യുന്നത്. അത് പ്രത്യാഹാര ലെവലിലും അത് ജ്ഞാനേന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യണം. സിദ്ധം ബുദ്ധി മനസ്സെ കൺട്രോൾ ചെയ്ത് ലൈഫിനെ ഷേപ്പ് ചെയ്യുന്ന യോഗയാണ് ഈ ചക്ര ആക്ടിവേഷൻ യോഗ നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ശേഷമാണ് എന്തോന്ന് ശിവജ്ഞാനം, ശിവഭോഗം എന്ന് പറഞ്ഞാൽ ശിവജ്ഞാനത്തിൽ ലാൻഡാകുമ്പോൾ നിങ്ങൾക്ക് ശിവഭോഗം കിട്ടും. ശിവജ്ഞാനം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പഠിച്ച ശൈവ സിദ്ധാന്ത ടെക്സ്റ്റ്, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നതൊക്കെ ശിവജ്ഞാനമാണ്. തത്വരൂപം, ഈ ദശകാര്യം എന്ന് പറയുന്നത്, അത് ദശകാര്യത്തിൽ 10ാമതുള്ളതാണ്. ശിവാനുഭവം നിങ്ങൾ ശിവയോഗ ചെയ്ത് ഇപ്പോൾ ജ്ഞാനിയായി, നിങ്ങൾ പെർഫെക്റ്റായി. അപ്പോൾ ശിവബോധം, നിങ്ങൾ ഇൻ ശിവ കോൺഷ്യസിൻ്റെ അകത്ത് എപ്പോഴും 24 hours ശിവ കോൺഷ്യസിൻ്റെ അകത്ത് നിങ്ങൾ ഇരിക്കുന്നതാണ് ശിവബോധം. 24 hours യു ആർ ഇൻസൈഡ്. ജസ്റ്റ് ഈ വെള്ളത്തിൻ്റെ അകത്ത് ഇത് മീൻ ഇരിക്കുന്നല്ലോ, ഒരു ലേക്ക്, അതിൻ്റെ എത്ര മീൻ ഇരിക്കുന്നു നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അതേമാതിരി ശിവൻ ഒരു കോമൺ സബ്സ്ട്രാറ്റാ, ഒരു എനർജി ഫീഡർ, സച്ചിദാനന്ദ ഫീഡർ. അതിൽ നിന്ന് നിങ്ങൾ എത്ര എനർജി എടുത്ത് ആനന്ദമയമായിട്ട് നിങ്ങൾ ഇരിക്കുന്ന ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇതുവരെ ടിൽ യുവർ ഫിസിക്കൽ എക്സിറ്റ്, ഈ ദേഹത്തിൽ നിന്ന് എക്സിറ്റ് ആവുന്നവരെ നിങ്ങളത് വരെ. അപ്പോൾ അവർ ആ സ്റ്റേജിൽ എത്തിയവർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, മാലറ വേടം അണിന്തവർ, അതായത് സന്യാസി വേഷത്തിലും ക്ഷേത്രത്തിലും ഇതൊക്കെ ഇരിക്കുന്ന അവരുടെ കോണ്ടാക്റ്റിലിരുന്നുകൊണ്ട് ആലയം താണും അരൺമണി ശിവൻ്റെ പേരിൽ പല സേവകൾ, ജനങ്ങൾക്ക് സേവകളും ചെയ്തുകൊണ്ട് അവർ ഈ ഫിസിക്കൽ ബോഡിയെ വിട്ട് പുറത്ത് പോകുന്നത് വരെ അങ്ങനെ ചെയ്തുകൊണ്ട് സച്ചിദാനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കും. എനിവേ വൺ പർട്ടിക്കുലർ ഡേ ദേ വിൽ എക്സിറ്റ് കോൺഷ്യസ് എക്സിറ്റിൻ്റെ പേരാണ് സമാധി. കോൺഷ്യസ് എക്സിറ്റിൻ്റെ പേരാണ് സമാധി. സമാധി ആകുന്നവരെ അത് ബ്ലിസ്ഫുള്ളായിട്ട് പെർഫെക്ഷൻ ആയിട്ട് ലൈഫ് പെർഫെക്റ്റ് ചെയ്തിട്ട് പോകും.